നമസ്കാരം. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും വരുന്നുണ്ട്. കുറെ കാലമായി അതിനകത്ത് വീഡിയോ ഒക്കെ ഇട്ടിട്ട് എന്ത് പറയാം, മറ്റതിൽ ചാനലിൽ കുറെ ബിസി. അതിനോടൊപ്പം ടെസ്റ്റ് ആയിരുന്നു. ടെസ്റ്റ് ഫുൾ ടൈം ഇരുന്ന് കണ്ട് അതിന്റെ റിവ്യൂ പറയാനുള്ള ഒരു അവസ്ഥയിലായിരുന്നില്ല. അതൊന്ന്. പിന്നെ ടെസ്റ്റിൽ നമ്മൾക്ക് അറിയാമല്ലോ, ഓടി കിടന്ന് തോക്കുകയായിരുന്നു. ഞാൻ വന്നു കഴിഞ്ഞാൽ തെറി വിളിക്കേണ്ടതായിട്ട് വരും. ആ രീതിയിലുള്ള കളികളായിരുന്നു. കൊണ്ട ബാറ്റ്സ്മാൻമാര് ഇരുന്ന് തൊഴേണ കണ്ട് ഓരോരുത്തന്മാരൊക്കെ മറ്റേ റെക്കോർഡുകളുടെ പെരുമഴ എടുത്ത് മറ്റേ കുട്ടയെ ചുമന്ന് നടക്കണമാര് ഒരേ രീതിയിൽ 6-7 പ്രാവശ്യം ഒരേ രീതിയിൽ നാണം കെട്ട രീതിയിൽ ഔട്ടാവുന്നതൊക്കെ കണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് തരിച്ചു കയറിയതാണ്. വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ വിരാട് കോഹ്ലിയെ, രോഹിത് ശർമ്മ അതിനെ എടുത്തിട്ട് അലക്കുമായിരുന്നു. അവരുടെയൊക്കെ ഫാൻസിനൊന്നും വലുതായിട്ട് അങ്ങ് പിടിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ മാറ്റി വെച്ചു. മെയിൻ ആയിട്ട് വരാത്ത മറ്റൊന്നുമല്ല, ടെസ്റ്റ് ആയതുകൊണ്ട് ഫുൾ ടൈം കാണാൻ നമുക്കൊരു റിവ്യൂ പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഞാൻ അതിനകത്ത് വരാത്തത്. മനസ്സിലായോ? അതുമല്ല, മറ്റേ ചാനലിൽ കുറച്ച് ബിസിയും കൂടി ആയിപ്പോയി. ഇനിയിപ്പോ T20 വരുമ്പോൾ എന്തായാലും നമ്മൾ തുടർച്ചയായിട്ട് തന്നെ അങ്ങോട്ട് ഉണ്ടാവും. T20യിലും വൺഡേയിലും ഒക്കെ നമ്മുടെ റിവ്യൂസ് ഉണ്ടാവും. അതൊക്കെ കാണാൻ നമുക്ക് കാണാനുള്ള സമയങ്ങളുണ്ട്. മനസ്സിലായി? അത് കഴിഞ്ഞ് നമുക്ക് IPL വരുമ്പോൾ അതിലൊക്കെ നമ്മൾ വളരെ സജീവമായിട്ട് തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പറയാൻ വന്നത് മറ്റൊന്നുമല്ല. എന്ത് വന്നു? ചാമ്പ്യൻസ് ട്രോഫിന്റെ ടീം അനൗൺസ്മെന്റ് ചെയ്തു. അമ്മയാണ്, സഞ്ജു സാംസൺ ഇല്ല. എന്ത് പറയാനെന്ന് നോക്കിക്കണം. സഞ്ജു സാംസൺ ടീമിൽ ഇല്ല. ഇതിനെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ ആദ്യം ഈ ടീം എന്താണെന്ന് പറയാം. ടീം നോക്കിക്കോണം. ടീം ഇന്ത്യ സ്ക്വാഡ് ചാമ്പ്യൻസ് ട്രോഫി: രോഹിത് ശർമ്മ, പറഞ്ഞു വരാം. ശുഭ്മാൻ ഗിൽ വൈസ് ക്യാപ്റ്റൻ. ശുഭ്മാൻ ഗില്ലിനെ വൈസ് ക്യാപ്റ്റൻ ആക്കിയിട്ടുണ്ട്. അടുത്ത വരും തലമുറയിലെ ക്യാപ്റ്റൻ ആയിട്ടായിരിക്കും. എനിക്ക് അതിൽ വലിയ അഭിപ്രായവുമില്ല, വലിയ താല്പര്യവുമില്ല എന്നുള്ളതാണ്. ഇപ്പോഴത്തെ കറണ്ട് ഫോം നോക്കി എനിക്ക് പണ്ട് ശുഭ്മാൻ ഗില്ലിനെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ അവന്റെ ഫോം നോക്കിയിട്ട് എനിക്ക് വലിയ താല്പര്യമില്ല, പക്ഷെ എതിരഭിപ്രായവും ഇല്ല എന്നുള്ളതാണ്. അടുത്ത വിരാട് കോഹ്ലി, KL രാഹുൽ, ശ്രേയസ് അയ്യർ, ഹാർദിക് പാണ്ഡ്യ, അക്ഷർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ, കുൽദീപ് യാദവ്, ബുംറ, ഷമി, ഹർഷദീപ്, യശസ്വി, ഋഷഭ് പന്ത്, ജഡേജ. ഇതാണ് ടീം. ഈ ടീമിൽ ആരില്ല? സഞ്ജു സാംസൺ ഇല്ല എന്നുള്ളതാണ്. സഞ്ജു സാംസൺ എന്തുകൊണ്ടില്ല? എന്റെ ഓർമ്മ ശരിയാ, കഴിഞ്ഞ 6 കളിയിൽ 4 സെഞ്ചുറി അടിച്ച ഒരു ബാറ്റ്സ്മാനാണ് സഞ്ജു സാംസൺ. ഇനി എന്ത് ചെയ്യണം? 6 കളിയിൽ 6ലും സെഞ്ചുറി അടിക്കണോ? എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കണം. ഇനി ഒരു ബാറ്റ്സ്മാൻ ഒരു ഇന്ത്യൻ ടീമിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ഒരു അവസരത്തിന് വേണ്ടിയിട്ട് ഇതിനപ്പുറം അവൻ എന്ത് ചെയ്യണം? അതും കൂടി നിങ്ങളൊന്ന് പറഞ്ഞാ. ഇതിനപ്പുറം എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ഋഷഭ് പന്തിനെ നിങ്ങൾ ടീമിലെടുത്തു. ഈ അപകടത്തിന് ശേഷം, അവന് കാർ ആക്സിഡന്റ് നടന്നതിന് ശേഷം കൂടി പിന്നീട് കളിച്ചത് ഒരേ ഒരു വൺഡേയിലാണ്. അതും ഫ്ലോപ്പ് ആയിരുന്നു. എന്നിട്ട് പോലും നിങ്ങൾ അവനെ എന്തിനാണ് മൂഡ് താങ്ങുന്നത്? അവനെ മൂഡ് താങ്ങുന്ന മറ്റേ രോഹിത് ശർമ്മയാണ്. രോഹിത് ശർമ്മയ്ക്ക് ഇവന്റെ മൂഡ് മതി. ഈ പറയുന്ന ഋഷഭ് പന്തിന്റെ മൂഡ് മതി. ഋഷഭ് പന്തിന്റെ മൂഡ് താങ്ങാനാണ് ഈ പറയുന്ന രോഹിത് ശർമ്മയ്ക്ക് ഇഷ്ടം. രോഹിത് ശർമ്മ എന്തിനാ ഉള്ളത്? എന്റെ ചോദ്യം ഇതാണ്. രോഹിത് ശർമ്മയും കോഹ്ലി എന്തിനാ? അവരെയൊക്കെ പിടിച്ച് മാറ്റിയിരുത്തല. പോയി പിന്നെ ക്രിക്കറ്റ് കളിക്കാൻ പറയണം. മനസ്സിലായോ? അവിടെ പോയി കളിക്കട്ടെ, ഉണ്ടാക്കട്ടെ. എത്ര കളിയുണ്ട്? ഈ ടെസ്റ്റ് തോപ്പിച്ചാര് കോഹ്ലി, ഈ പറയുന്ന രോഹിത് ശർമ്മ, ഇവിടെയൊക്കെ തന്നെയാണ് ടെസ്റ്റ് തോപ്പിച്ചത്. ഇന്ന് ഞാൻ പറയില്ല. നമ്മളൊക്കെ പണ്ട് ഞാൻ പറഞ്ഞില്ല, പണ്ടൊക്കെ കളിച്ചിരുന്ന വയസ്സായി കളവന്മാരൊക്കെ അവിടെ കളിക്കാൻ പറ്റില്ല. പിടിച്ച് മാറ്റി ഈ പോലുള്ള കളവന്മാരെ പിടിച്ച് ഇതിനകത്തിട്ട് കളിക്കുന്നതോറും ഇതുപോലുള്ള ചെറുപ്പക്കാരന്മാർ സഞ്ജു സാംസനെ പോലുള്ള ഇതിനപ്പുറം എന്ത് ചെയ്യണം? തുടർച്ചയായ 6 കളി അടിച്ച 4 സെഞ്ചുറി അടിച്ച അതിനപ്പുറം എന്ത് ചെയ്യണമെന്ന് പറ. അവനെ ഇവരുടെ പര്യടനത്തിന് ഇടില്ല. ഈ പറയുന്ന എവിടെ പിന്നെ ചാമ്പ്യൻസ് ട്രോഫിയിലും അവനെ എടുത്തിട്ടില്ല. അവനെ നിങ്ങൾ തടയുകയാണോ? ഇനി ഇതിനപ്പുറം എന്താണ്? ഇതുപോലുള്ള ഒരു വൃത്തികേട്, ഇതുപോലുള്ള തന്തയില്ലായ്മ വേറെ ഏതെങ്കിലും പ്ലെയറിന് വേണ്ടി നിങ്ങൾ ചെയ്യിക്കോ, കാണിക്കോ? ഇത് കേരളത്തിലുള്ളവനായിട്ട് കേരളത്തിലുള്ള കുറെ എണ്ണം ഉണ്ട്. ഇവരുടെ ക്രിക്കറ്റ് മറ്റേ ക്ലബ് അസോസിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട്, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. അവനൊക്കെ ആരെ ഇടാൻ വേണ്ടി ഇരിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. അതിന് ദേഷ്യം വരുന്നു. ഇവൻ ഇപ്പോഴും അവസരം കൊടുത്തു, പിന്നെ എപ്പോഴും അവസരം. അല്ലെങ്കിൽ ഈ പറയുന്ന ഋഷഭ് പന്തിന്റെയും സഞ്ജു സാംസന്റെയും നിങ്ങളുടെ പിന്നെ ആവറേജ് എടുത്ത് നോക്ക്. അവിടെയും താഴെയാണല്ലോ. ഋഷഭ് പന്ത് എന്തായാലും വൺഡേയിലായിക്കോട്ടെ, പിന്നെ T20 സഞ്ജു സാംസൺ എങ്ങനെ താഴെയല്ലേ? ആണോ? ശരി, നിങ്ങൾ ഇവനെ എന്തൊരു അവസരങ്ങൾ മുതലാക്കുന്നില്ല എന്നായിരുന്നു നിങ്ങളുടെ വാദം. അതൊക്കെ തകടം മറിച്ചുകൊണ്ടാണ് അവൻ തുടർച്ചയായിട്ടുള്ള സെഞ്ചുറികൾ അടിച്ചു കൂട്ടിയിട്ട്. എന്നിട്ട് പോലും നിങ്ങൾക്ക് അവർക്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താ? അപ്പൊ കളിക്കാത്തത് കൊണ്ടല്ല, അവന് കാലിബർ ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയാത്തോണ്ടല്ല. ഇത് മറ്റവരുടെ ചരട് വലിച്ച് മറ്റാരുടെയും മൂട് താങ്ങി ഇരിക്കുകയാണ്. ഈ പറഞ്ഞ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, കിളവന്മാരെ കളിക്കാൻ പറ്റില്ലെങ്കിൽ മാറ്റ്. എന്ന് താങ്ങണത് ഇന്ത്യക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ് കളിക്കുന്നത്, അല്ലാതെ അവരെ താങ്ങാൻ വേണ്ടിയിട്ടല്ല. അവർക്കൊക്കെ ഫോം ആവാൻ പറയണേ. പോയി ഫോം ആവ്. എന്തിനാ അവരെ താങ്ങണത്? ഇനി ഈ പറയുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ തോക്കണം. അവിടെയാണല്ലേ ഈ പറയുന്നതൊക്കെ. രോഹിത് ശർമ്മയും ഈ പറയുന്ന ശുഭ്മാൻ ഗില്ലും ആയിരിക്കും ഓപ്പണിംഗ്. എനിക്കറിഞ്ഞത് ഇപ്പം യശസ്വി ജയ്സ്വാളിനെ
എന്താണ് പകരക്കാരനായിട്ട്, ഓപ്പണിംഗ് പകരക്കാരനായിട്ടാണ് ഇവർ ഇട്ടിരിക്കുന്നത്. ഈ ഇപ്പൊ നിലവില് യശസ്വി ജയ്സ്വാളിനെ കടി കൃത്യമായിട്ട് ഓപ്പണിംഗ് അല്ലെങ്കിൽ അവനെ പോലെ ഫോമിലുള്ള ബാറ്റ്സ്മാൻ ഇന്ത്യൻ ടീമിലില്ലെന്ന് ഞാൻ പറയും. നിങ്ങൾക്ക് അതിന് ഉത്തരം പറയാം. ഇപ്പൊ ഇന്ത്യൻ ടീമിലുള്ളതില് യശസ്വി ജയ്സ്വാളിനെ പോലുള്ള ഒരു ലെഫ്റ്റ് ഹാൻഡ് ആരെ ആയിക്കോട്ടെ, ഏത് പൊസിഷനിലായിക്കോട്ടെ, അവൻ ഫസ്റ്റ് ഡൗൺ ആയിക്കോട്ടെ, അവൻ ഓപ്പണിംഗ് ആയിട്ടില്ല, അവനെ പോലെ സ്ഥിരതയുള്ള ഒരു ബാറ്റ്സ് ഇപ്പൊ അല്ലെങ്കിൽ ഫോമിൽ വെച്ച് അങ്ങ് പീക്കിൽ നിൽക്കുന്ന ഒരു ബാറ്റ്സ്മാൻ വേറെ ആരുണ്ട് ഇന്ത്യൻ ടീമിൽ? അവനെ എടുത്ത് 12-ാമനായിട്ട് ഇട്ടിരിക്കുകയാണ്. അതായത് രോഹിത് ശർമ്മയോ ശുഭം ഗില്ലിനോ എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ അവനെ ഇറക്കാന്ന്. അത് എന്തുകൊണ്ട്? രോഹിത് ശർമ്മയെ എടുത്ത് കളയാൻ വയ്യ. രോഹിത് ശർമ്മ അവിടെ തിരികെ കയറ്റണം. ആരെ ബലിയാടായിക്കൊണ്ട് ഇവിടെ ഇന്ത്യൻ ടീമിൽ തന്നെ ഏറ്റവും വലിയ ഫോമിൽ നിൽക്കുന്ന, ഏറ്റവും നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് ബാറ്റ് ചെയ്യുന്ന, ആവറേജ് ഉള്ള ഈ പറയുന്ന ആരാണ്? യശസ്വി ജയ്സ്വാളിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് അവിടെ രോഹിത് ശർമ്മ കയറ്റുന്നത്. രോഹിത് ശർമ്മ അടിച്ച് എനിക്ക് തോന്നുന്നില്ല, എനിക്കൊരു പ്രതീക്ഷയുമില്ല ഇതിനകത്ത്. പിന്നെ ഈ യശസ്വിനെ മാറ്റി നിർത്തിക്കൊണ്ട് ശ്രേയസ് അയ്യർ, എനിക്കറിഞ്ഞു എത്ര കളി ഇപ്പൊ കളിച്ചോ. എനിക്ക് മുമ്പ് ഈ പറയുന്ന വൺഡേയിൽ വേൾഡ് കപ്പിൽ കളിച്ച, അതിന് ശേഷം ഞാൻ കണ്ടില്ല അവന്റെ കളിയൊന്നും, എന്നെ കാണാനേ ഇല്ല. അവനെയൊക്കെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എന്നെ ഞെട്ടിച്ച മറ്റൊരു മുഹമ്മദ് സിറാജ്. ശരി പോട്ട്, മുഹമ്മദ് സിറാജിനെ മാറ്റി എനിക്ക് ഒരു എതിരഭിപ്രായവും ഇല്ല. അവൻ കുറച്ചു കാലം കൊണ്ട് പോകട്ടെ, പോയി എറിഞ്ഞ് പഠിക്കട്ടെ. അവനെ എടുത്ത് മാറ്റാൻ അറിയാലോ. മുഹമ്മദ് സിറാജിനെ മാറ്റി കുഴപ്പമില്ല. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ എനിക്ക് വേറൊരു കേസ്, ഇവിടെ അക്സർ പട്ടേലും ജഡേജയും ഉണ്ട് തന്നല്ലോ. അക്സർ പട്ടേലും ജഡേജ എന്ത് തേങ്ങയ്ക്കാണ് നിങ്ങൾ എടുത്തത്? രണ്ടുപേരെ ഒരുമിച്ച്, രണ്ടുപേരും ലെഫ്റ്റ് ഹാം സ്പിന്നർ ആണല്ലോ, രണ്ടുപേരും നിങ്ങൾ ഒത്തിറക്കോ? ഇല്ലല്ലോ. അപ്പൊ ആൾക്കാരെ മൂഞ്ചിക്കാൻ വേണ്ടിയിട്ടില്ല നിങ്ങൾ ഇത് ചെയ്തത്, അല്ലേ? ആണോ? അപ്പൊ ആൾക്കാരെ കണ്ണിൽ പൊടി ഇടാൻ വേണ്ടിയിട്ടില്ല നിങ്ങൾ ഇത് ചെയ്തത്. അക്സർ പട്ടേലും ജഡേജയും ഒരേ രീതിയിൽ ബൗൾ ചെയ്യുന്ന രണ്ടുപേരും ലെഫ്റ്റ് ഹാൻഡാണ്. എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അവരെ എടുത്തത്? ആരെങ്കിലും ഒരാളെ കളിക്കത്തുള്ളൂ. ഈ ജഡേജ ഫോം ഔട്ടായി കിടക്കുകയാണ്. അപ്പൊ ജഡേജ നിങ്ങൾ മാറ്റിയിട്ട് അക്സർ പട്ടേലിനെ എടുത്തത് ഒരു അക്സർ പട്ടേലിനെ തന്നെയാണ് എടുക്കാനുള്ളത്. ബാറ്റിംഗിലായിക്കോട്ടെ, അവൻ ബൗളിംഗിലായിക്കോട്ടെ. ഇപ്പൊ അവനാണ് കറണ്ട് ഫോം. ഈ അക്സർ പട്ടേലിനെക്കാട്ട് നല്ല ഫോം ആയിരുന്നു ആര്? ജഡേജ. അതൊക്കെ കഴിഞ്ഞു, അവന്റെ കാലം കഴിഞ്ഞു. അപ്പോ നിങ്ങൾ ഒരാളെ ഈ ടീം പിന്നെ തികയ്ക്കാൻ വേണ്ടിയിട്ട് ജഡേജയെ ചുമ്മാ ഇതിനകത്ത് തള്ളിക്കയറ്റി. മനസ്സിലായോ? പിന്നെ മറ്റൊരു കേസ്, ഈ ജഡേജ എടുത്ത സമയം കൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് വരുൺ ചക്രവർത്തി എടുത്തില്ല? വരുൺ ചക്രവർത്തിയെ എന്തുകൊണ്ട് എടുത്തില്ല എന്നുള്ളത് എന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. വരുൺ ചക്രവർത്തി ബൗളിംഗ് അറിയാല്ല. കഴിഞ്ഞ നമ്മളിപ്പോ ലാസ്റ്റ് നടന്ന T20 ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അവന്റെയൊക്കെ ബോൾ ഒന്ന് തൊടാൻ വേണ്ടിയിട്ട് പടപട ബ്രേക്ക് ത്രൂ തന്നോട്ടിരുന്ന ഒരു ബൗളറെ നിങ്ങൾ എന്തുകൊണ്ട് മാറ്റി? അവനെ എന്തുകൊണ്ട് എടുത്തില്ല എന്നുള്ളതാണ്. പിന്നെ അതൊക്കെ പോട്ട്, ഇതെല്ലാം പോട്ട്. ഈ നിങ്ങൾ ഋഷഭ് പന്തിനെ എടുത്ത ഋഷഭ് പന്ത് ഓസ്ട്രേലിയയിലെ കടന്ന് ഇത്തിരി ഫോം ആയിരുന്നു എന്നുള്ളത്. ഓസ്ട്രേലിയ ശരിയാണ്, സമ്മതിച്ചു. ഓസ്ട്രേലിയൻ ടെസ്റ്റില് ഇത്തിരി നെഞ്ച് വിരിച്ച് ബാറ്റ് ചെയ്തു, 2 അടിയെങ്കിലും അടിച്ച് കുറച്ച് റണ്ണ് കൊണ്ടുവന്നു ഋഷഭ് പന്ത്. ആ ഒരു പേരിലാണ് വൺഡേയിൽ അവൻ ഫോം ആയാലും കൂടെ. പക്ഷെ ഓസ്ട്രേലിയയിൽ പോയി ഫോം ആയി എന്നുള്ളത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഋഷഭ് പന്തിനെ എടുത്തു എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നിതീഷ് കുമാർ റെഡ്ഡി ഋഷഭ് പന്തിനേക്കാളും ഓസ്ട്രേലിയൻ മണ്ണിൽ ഏറ്റവും ചങ്കുറപ്പോടെ നിന്ന് ബാറ്റ് ചെയ്ത ഒരാള് നിതീഷ് കുമാർ റെഡ്ഡിയാണ്. അത് കഴിഞ്ഞാൽ ഞാൻ പറയാം യശസ്വി ജയ്സ്വാൾ എന്ന് പറയും. അതും കഴിഞ്ഞിട്ട് ഞാൻ ഋഷഭ് പന്തിന്റെ കേസ്, ഋഷഭ് പന്ത് ചാള വെട്ടും കണ്ണുടത്തേണ്ട അടി. പക്ഷെ നിതീഷ് കുമാർ റെഡ്ഡി ആയിക്കോട്ടെ, ഈ പറയുന്ന ജയ്സ്വാൾ ആയിക്കോട്ടെ, 2 എണ്ണം ചങ്കുറപ്പോടെ ബാറ്റ് ചെയ്ത ഇന്ത്യയുടെ മാനം കാത്തവരാണ് അവർ രണ്ടുപേരും. മനസ്സിലായോ? അവരെ രണ്ടുപേരെ മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് അത്ര ഋഷഭ് പന്ത് അവിടെ വന്ന് തൊലിച്ചു എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നിതീഷ് കുമാർ റെഡ്ഡിയെ നിങ്ങൾ ടീമിൽ എടുക്കണമായിരുന്നു. നിങ്ങൾ എടുത്തോ? ഇല്ല. അപ്പൊ നിങ്ങളുടെ കുടുംബക്കാർക്ക് വേണ്ടി മാത്രം, നിങ്ങളുടെ ചന്തി താങ്ങുന്ന, നിങ്ങളുടെ മൂട് താങ്ങുന്നവരെ മാത്രം നിങ്ങൾ എടുത്തു. ഞാൻ വീണ്ടും പറയുന്നു, ക്യാപ്റ്റൻ ആയിക്കോട്ടെ, പണ്ട് ആനപ്പുറത്തിരുന്നെന്നും പറഞ്ഞിട്ട് ആ തഴമ്പ് എല്ലാ കാലത്തും കാണില്ല. പണ്ട് ആനപ്പുറത്ത് കയറി ഇരുന്നിട്ടുണ്ടാവാം, നീ കുറെ കളിച്ചിട്ടുണ്ടാവും, നീ കുറെ 6 അടിച്ചിട്ടുണ്ടാവും, ഒക്കെ ശരി തന്നെയാണ്. ഈ ചാമ്പ്യൻസ് ട്രോഫി പോലുള്ള ഇതുപോലുള്ള ഒരു ഇവന്റിൽ ഇതുപോലുള്ള ബാറ്റ്സ്മാൻമാരെയൊക്കെ മാറ്റി നിർത്തിയത് വളരെ തെണ്ടിത്തനാണ്. മെയിൻ ആയിട്ട് സഞ്ജു സാംസൺ എവിടെ കൂടി നോക്കിയാലും, ഏത് വശത്തില് ഏത് രീതിയിൽ നോക്കിയാലും സഞ്ജു സാംസനെ തന്നെയായിരുന്നു സെലക്ട് ചെയ്യാനുള്ളത്. ഈ പറയുന്ന ഋഷഭ് പന്ത് അവന്റെ 4-7 അഴകത്ത് വരാനുള്ള യോഗ്യത ഇല്ലായിരുന്നു കറണ്ട് ഫോം വെച്ച്. ഇത് മുമ്പായിരുന്നു നിങ്ങൾ പറഞ്ഞു തന്നെ. ഇപ്പൊ കറണ്ട് ഫോമിൽ സഞ്ജു സാംസൺ അങ്ങ് അടിച്ചങ്ങ് പീക്കിൽ നിൽക്കുന്ന ഫോമിലാണ് നിൽക്കുന്നത്. അത് ഒന്ന്. രണ്ടാമത് എനിക്ക് ഏറ്റവും വലിയ ഞെട്ടിച്ചത് ഈ പറഞ്ഞ യശസ്വി ജയ്സ്വാൾ എന്ന് പറയുന്ന വിടിലമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന, വിടിലമായിട്ട് ആവറേജ് ഉള്ള, കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കുന്ന, ഇത്രയും കോൺഫിഡൻസോട് കളിക്കുന്ന ഒരു ബാറ്റ്സ്മാൻ ഇന്ത്യൻ ടീമിൽ നിലവിലില്ല എന്ന് ഞാൻ പറയും. അവനെ നിങ്ങൾ 12ാമതായിട്ട് ടീമിൽ എടുത്തു എന്നതിന്റെ അർത്ഥം അവനെ ടീമിൽ 11ൽ അവൻ കാണത്തില്ല. അതും നിങ്ങൾ കാണിച്ച ഏറ്റവും വലിയ തെണ്ടിത്തനമാണ്. ഈ പറയുന്ന ചാമ്പ്യൻസ് ട്രോഫി മുഖ്യമാറും 8 നിലയിൽ പൊട്ടാനുള്ള ചാൻസ് ഞാൻ കാണുന്നു. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തി. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.